ഈ വർഷത്തെ അവസാന മാസത്തിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുവരിക്കുന്നു. എത്ര സന്തോഷമാണ്! ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങുകയാണ്. കർത്താവ് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ ഇരിക്കാം, ഉത്സാഹത്തോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ഈ കർത്താവ് നമ്മളെ നടത്താൻ വിശ്വസ്തനാണ്. ഈ കർത്താവ് നമ്മളെ നടത്താൻ കർത്താവ് വിശ്വസ്തനാണ്. അവൻ നമ്മളെ നടത്തുന്ന വഴി കൂടെ നമ്മൾ നടക്കണം. അപ്പോഴേ അത് ശരിയാവുള്ളൂ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങള് ഞാൻ വായിക്കുന്നു. എബ്രായർ 11. പതിനൊന്നിന്റെ 17 മുതൽ 19 വരെ. 17 മുതൽ 19 വരെ. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. നമുക്ക് ഈ ഭാഗം നല്ല പരിചയമുള്ള ഭാഗമാണ്. പക്ഷെ അത് ജീവിതത്തില് വളരെ പ്രാധാന്യമുള്ളത് ഒന്നാണ്. അത് പ്രാധാന്യമുള്ളതായിട്ട് നമ്മൾ എടുക്കണം. ഇവിടെ അബ്രഹാമിന് നോറ്റിരുന്നിട്ട് 100 വർഷമായപ്പോ ഒരു മകനെ കർത്താവ് കൊടുത്തു. എത്ര വയസ്സ്? 100 വയസ്സുണ്ട്. ആ 100 വയസ്സുള്ള അബ്രഹാമിന് സാറായിക്ക് 90 വയസ്സുണ്ട്. 90 വയസ്സുള്ള സാറായിക്ക് ഒരു മകനെ കൊടുത്തു. ആ മകനെ യാഗം കഴിക്കാൻ പറഞ്ഞു കർത്താവ്. ഒരു മകന് മക്കൾ ആരും ഇരുന്നപ്പോഴാണ് ഒരു മകനെ അവന് കൊടുത്തു. പക്ഷേ അവൻ ഏതാണ്ട് യൗവനയുക്തനായി കഴിഞ്ഞപ്പോ കർത്താവ് അബ്രാഹാമിനോട് പറയുകയാണ് അവനെ യാഗം കഴിക്കാൻ. എത്രമാത്രം പ്രയാസം മനസ്സിലുണ്ടാകും. ആകപ്പാടെ ഒരു കൊച്ചു ഇപ്പം ഏതാണ്ട് യൗവനം എത്തി. ആ യൗവനം എത്തി. ഇനി ഈ അബ്രാഹാമിനെയും സാറായെയും ശുശ്രൂഷിക്കാൻ ഈ മകനാ ഉള്ളത് എന്നുള്ള ആ ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് ദൈവം പറയുന്നത് അവനെ യാഗം കഴിക്കാൻ. അവിടെ നമ്മൾ വായിക്കുന്ന ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. അവിടെ കൊണ്ടുപോയി ഈ ചെറുപ്പക്കാരനെ കാലും കൈയും കെട്ടി വിറക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ വിറക് അടുക്കി വെച്ചു. വിറകിന്മേൽ ഇസഹാക്കിനെ കിടത്തി. ഇസഹാക്കാണെങ്കിൽ എങ്ങനെ? നല്ല യൗവനയുക്തനാ. അബ്രാഹാമിനെ അടിച്ച് താഴെ ഇട്ടിച്ച് അവൻ എഴുന്നേറ്റ് പോകാവുന്നതാണ്. പക്ഷെ അവിടെ അവൻ അനുസരണത്തിന് അവനെ വിട്ടുകൊടുത്തു. അവൻ അനുസരിച്ചു. കാലും കൈയും കെട്ടി അവനെ വെട്ടുന്നതിന് വേണ്ടിയിട്ട് വാളെടുത്ത്
ഓങ്ങുമ്പോഴാണ് കർത്താവ് എന്താ പറയുന്നത്? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം വിശ്വസ്തൻ, 19 വാക്യമാണ്, എന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ കൊന്നു എന്നാണ്. ആ ദൈവം ആ സമയത്ത് വിളിച്ചില്ലെങ്കിൽ ഇസ്ഹാക്കിനെ കൊല്ലും. അതുകൊണ്ട് അവിടെ പറയുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിച്ചു. വിശ്വാസത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. എന്തുവാണ് അവന് കൊടുത്ത വാഗ്ദത്തം? ഈ ഇസ്ഹാക്കിലിന്റെ സന്തതി അത് കടൽപ്പുറത്തെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും നിനക്ക് എണ്ണി തീർക്കാൻ വയ്യാത്ത സന്തതിയെ കിട്ടും എന്നുള്ള ആ പ്രോമിസ് അവിടെ നിൽക്കുമ്പോ എന്താണ്? അബ്രഹാം അവനെ വാളെടുത്തു, പക്ഷേ വിളിച്ചു, അബ്രഹാമേ, ബാലിന്റെ മേൽ കൈവെക്കരുത്. ഇതിന്റെ പശ്ചാത്തലം നോക്ക്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, ഉൽപ്പത്തി 22. ഇരുപത്തിരണ്ടാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കതൊന്ന് വായിക്കാം. 22 ഉൽപ്പത്തി 22 1 മുതൽ 12 വരെ. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ടു, കെട്ടി, ബാല്യക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറകും കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. എവിടാന്ന് അറിയത്തില്ല, പക്ഷെ ദൈവം അവനോട് കൽപ്പിച്ചു, ആ സ്ഥലത്തേക്ക് പോയി. മൂന്നാം ദിവസം, അപ്പൊ 3 ദിവസം യാത്ര ചെയ്തു. ഇതിനിടയ്ക്ക് വേണമെങ്കിൽ അബ്രഹാമിന് ചിന്തിക്കാം, എനിക്ക് ആകെപ്പാടെ ഒരു മോനെ ഉള്ളൂ, ഈ വാർദ്ധക്യത്തിൽ കിട്ടിയതാ, അവനെ കൊന്നാല് എനിക്ക് പിന്നെ മക്കൾ ആരും ഇല്ല എന്നൊക്കെ ചിന്തിക്കാം. അവന് വേണമെങ്കിൽ കർത്താവ് പറഞ്ഞ കാര്യം ചെയ്യാതെ ഇരിക്കാം. പക്ഷേ അബ്രഹാം അങ്ങനെയല്ല ചെയ്ത്. കൽപ്പിച്ചത് കർത്താവാ. കർത്താവ് കൽപ്പിച്ചെങ്കിൽ അത് ചെയ്യും. അതുകൊണ്ട് 3-ാം ദിവസം അബ്രഹാം, 4-ാം വാക്യം, 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, കൂടെ കൊണ്ടുവന്ന ജോലിക്കാരോട് അവരോട് പറഞ്ഞു, എന്താ, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, നിങ്ങൾ ഇനി എന്റെ കൂടെ വരണ്ട. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. അവിടെ ആരാധനയ്ക്ക് പോവുകയാണ്. ഇവിടെ വെച്ച യാഗം കഴിക്കേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കൽപ്പിക്കുന്ന സ്ഥലത്ത് നീ ചെല്ലണം. അപ്പൊ അവൻ അവിടുന്ന് പോയി
ആരാധന കഴിഞ്ഞ് അവിടെ ആരാധന എന്ന് പറയുമ്പോൾ മോനെ യാഗം കഴിക്കുക, യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം. മടങ്ങി വരുന്നത് ഞാനും മകനും. പക്ഷെ യാഗം കഴിച്ച ഒരാളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നത്? അതാണ് അവന്റെ വിശ്വാസം. ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു, മോന്റെ കയ്യിൽ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു. അപ്പോൾ ഇസഹാക്ക് നമ്മുടെ കൂട്ടുള്ള മനുഷ്യനായിരുന്നു. ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രാഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകും ഉണ്ട്, തീയും വിറകും ഉണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ? ഹോമയാഗം കഴിക്കണമെങ്കിൽ ഒരു ആട്ടിൻകുട്ടി വേണമല്ലോ, അതെവിടെ? അവൻ ചോദിച്ചു. എവിടെയെന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കരുതി വെച്ചിട്ടുണ്ടാകും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ദൈവം കൽപ്പിച്ച സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി. പിന്നത്തേത് നിങ്ങളൊന്ന് വായിച്ചേ. തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി, കാലും കൈയും കെട്ടി, ഇസഹാക്കിന്റെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിൻമീതെ കിടത്തി. ഇസഹാക്കിനെ കൈയും കാലും കെട്ടിയിട്ട് വിറകിന്റെ മുകളിൽ കിടത്തി. പിന്നെ അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ അറുക്കേണ്ടുന്നതിന് കത്തിയെടുത്തു. 11-ാം വാക്യം. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ബാലിന്റെ മേൽ കൈ വയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായി ഉണ്ട്. നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അപ്പോ അബ്രഹാം ദൈവത്തിന് ആ കാര്യം ക്ലിയറായി. ദൈവത്തിന് അത് നേരത്തെ തന്നെ അറിയാം, പക്ഷെ അവന്റെ പ്രവൃത്തികളിൽ കൂടെ ക്ലിയറായി. അബ്രഹാം 13-ാം വാക്യം. അബ്രഹാം തലമുക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. ഒരു ആടിനെ കണ്ടു. അതിനെങ്ങോട്ടും പോകാൻ നിവൃത്തിയില്ല. കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുകയാണ്. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. ഇത് ആ ഭാഗം നമുക്ക് ഒന്ന് ചിന്തിക്കാം. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ ഉൽപ്പത്തി
15-ാം അധ്യായം 1 മുതൽ 6 വരെയും ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി 1 മുതൽ ഉൽപ്പത്തി 15-ന്റെ 1 മുതൽ 6 വരെയും അവിടെ വായിക്കാം. ഉൽപ്പത്തി 15, 1 മുതൽ 6 വരെ. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് നൽകും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മേശേക്കുകാരനായ ഈ എലയാസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സ്വന്തമായി സന്തതിയെ തന്നിട്ടില്ല. എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്നും അബ്രഹാം പറഞ്ഞു. അവൻ നിന്റെ അവകാശി ആകയില്ല. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു, വെളിയിലേക്ക് ഇത് പെരയ്ക്കകത്ത് വെച്ചായിരുന്നു, ഇവിടെ വെളിയിലേക്ക് കൊണ്ടുവന്നു. നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. കർത്താവിൽ വിശ്വസിച്ചത് അവന് നീതിയായിട്ട് കണക്കിട്ടു. നമ്മള് ആ വാഗ്ദത്തം കേട്ടല്ലോ. ഉൽപ്പത്തി 17-ന്റെ 4 മുതൽ 6 വരെ. 17-ന്റെ 4 മുതൽ 6 വരെ. എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. അതാണ് നിയമം. ഇത് ഇനി നിന്നെ അബ്രഹാം എന്നായിരുന്നു അബ്രഹാമിന് എൻ്റെ പേര്. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിന്റെ പേർ അബ്രഹാം ആയിരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേകം ജാതികളാക്കും. നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യമായി സ്ഥാപിക്കും. കർത്താവ് അവിടെ നിത്യമായ ഒരു നിയമത്തെ സ്ഥാപിച്ചു. പുതിയ നിയമത്തിൽ റോമർ 4-ന്റെ 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങള് പുതിയ നിയമത്തിൽ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. റോമർ 4-ന്റെ 16 മുതൽ 25 വരെ. അവിടെ അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും, ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല,
അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. സന്തതി ഇല്ലാത്തവനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചിരിക്കുന്നു. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആഴം എത്രമാത്രമാണെന്നൊന്ന് ചിന്തിക്കുക. നമുക്ക് കാര്യം ചെയ്യാം, അതിന്റെ 25 വരെയും കൂടെ വായിക്കാം. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. നമുക്കും ഇതാണ്, നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം ദൈവത്തിൽ നിന്ന് വന്നതാണ്. അല്ലാത്തതുള്ളത് നമ്മൾ വിശ്വസിക്കണമെന്നല്ല. ദൈവത്തിൽ നിന്നാണ് വന്നതെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കണം. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ അബ്രഹാമിന്റെ വിശ്വാസമാണ് നമുക്ക് തുടരേണ്ടത്. നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത്? റോമർ 3:23 മുതൽ 26 വരെയുള്ള വാക്യം വായിക്കാം. 23 മുതൽ 26 വരെ. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. അവന്റെ കൃപയാൽ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. അവന്റെ നീതി അവൻ പ്രദർശിപ്പിച്ചു. അത് അന്ന് ചെയ്തെങ്കിൽ ഇന്ന് നമുക്ക് വേണ്ടി അത് ചെയ്യും. ആ വിശ്വാസത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. ഫിലിപ്പിയർ 3:9 മുതൽ 11 വരെ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെണ്ണുന്നു. ഈ ലോകത്തിൽ നമുക്കത് സ്വന്തമാണെന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് അത് ചവറെണ്ണിക്കൊണ്ട് കർത്താവിലുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനാണ് നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ.
അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ജീവിക്കുന്ന വിശ്വാസം, വെറും വിശ്വാസം എന്നല്ല, ജീവിക്കുന്ന വിശ്വാസം നമുക്ക് വേണം. അപ്പോഴ് അത് ഇതാകുള്ളൂ. യാക്കോബിന്റെ ലേഖനം യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. 2-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങള്. പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്, അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയായി. അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. അബ്രഹാം ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ചതുപോലെ നമുക്കും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യാം. വിശ്വസിക്കുക മാത്രമല്ല, വിശ്വസിച്ച് അനുസരിക്കണം. യോഹന്നാൻ 7-ാം അധ്യായം 37-38 വാക്യങ്ങള്. 37-38. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും ആണ് കർത്താവ് പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വാസം, അതെങ്ങനെയുള്ള വിശ്വാസം? ജീവിക്കുന്ന വിശ്വാസം നമുക്ക് വേണം. എബ്രായർ 11:1 നമ്മളിങ്ങനെ വായിക്കുന്നു: വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതെ, ഈ കാര്യങ്ങളൊന്നും കാണുന്നില്ല, പക്ഷെ അത് അവിടെ പറയുന്നത് എന്താ? ആശിക്കുന്ന അതിന്റെ ഉറപ്പ്. നമ്മൾ ആശിക്കുന്നു യേശുക്രിസ്തു വരുമെന്ന് നമ്മൾ ആശിക്കുന്നു. ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്ന് ആശിക്കുന്നു. ഈ ഭൂമിയിലേക്ക് മടങ്ങി വരിക മാത്രമല്ല, നമ്മളെ അവൻ ചേർത്തുകൊള്ളുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, നമ്മളെ ചേർത്തിട്ട് നമ്മളെയും കൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം ഭയങ്കരമാണ്. യേശുക്രിസ്തുവിനെ ഇപ്പൊ നമ്മൾ കാണുന്നില്ല, പക്ഷെ നമ്മൾ വിശ്വാസത്താൽ അറിയുന്നു. ആ വിശ്വാസത്താൽ അറിയുന്ന കർത്താവ് ഈ ലോകത്തിലേക്ക് പണ്ട് വന്നതുപോലെ അന്നൊരു ശിശുവായിട്ട് വന്നു, അങ്ങനെയല്ല. ഉയർത്തപ്പെട്ട കർത്താവ്, ആ ഉയർത്തപ്പെട്ട കർത്താവ് ഈ ലോകത്തിലേക്ക് മടങ്ങി വന്നിട്ട് നമ്മളെ അവൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മളെയും കൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് പോകും. എത്ര മനോഹരമാണ്! ആ വിശ്വാസമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇവിടെ എബ്രായർ 11:1 വായിക്കുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കാണാത്ത കാര്യത്തിന് ഒരു നിശ്ചയം എങ്ങനെ വരും? അത് ജീവിക്കുന്ന വിശ്വാസം കൊണ്ടേ വരത്തുള്ളൂ. ആ ജീവിക്കുന്ന വിശ്വാസം നമുക്ക് വേണം. ആ വിശ്വാസത്തോടെ വേണം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ വിശ്വസിക്കാൻ. അപ്പോൾ നമ്മൾ മാത്രമേ റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ.
അതുകൊണ്ട് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ ആയാൽ മാത്രമേ അനുസരിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ അത് അനുസരിക്കാൻ പറ്റത്തുള്ളൂ. എബ്രായർ 11:6 വാക്യത്തിൽ എന്താ വായിക്കുന്നേ? 11:6 വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണും അടച്ച് വിശ്വസിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ബുദ്ധി പറയും ഇത് നീ വിശ്വസിച്ചു പോകരുതെന്ന്. പക്ഷേ ആരാ നമ്മളോട് പറഞ്ഞ് വിശ്വസിക്കാൻ? പറഞ്ഞത് കർത്താവാ. കർത്താവ് പറഞ്ഞെങ്കിൽ ഞാനത് വിശ്വസിക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ കർത്താവിലുള്ള വിശ്വാസമാണ് ആവശ്യമായിരിക്കുന്നത്. എബ്രായർ 10:38 39 കൂടെ ഒന്ന് വായിക്കാം. എബ്രായർ 10:38 39 എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. എന്റെ നീതിമാൻ, ഞാൻ നീതീകരിച്ചവൻ, അവൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. 39 നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. നമ്മുടെ കാര്യമാണ് പറയുന്നത്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവനം രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. അവരുടെ കൂട്ടത്തിലാ? വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ആണോ? അത് ഉറപ്പാക്കണം. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മള്. അങ്ങനെ അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ നമ്മള് പരിശോധിച്ച് നോക്കണം. യഥാർത്ഥമായിട്ട് കർത്താവിന്റെ വചനം വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിന്റെ വചനം വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തില് നമുക്കായിത്തീരാം. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച്, അവിടെ ആ വാക്ക് ഭയങ്കരമാണ്. ആശയ്ക്ക് വിരോധം. ആശ എങ്ങനെ? അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ ആശയ്ക്ക് വിരോധമായി നമ്മൾ ആശയോടെ വിശ്വസിക്കുന്നു. വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്ന, വിശ്വസിക്കാത്തവൻ രക്ഷ പ്രാപിക്കുകയില്ല. അങ്ങനെ രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തില് നമുക്കാക്കി തരാം. അതിന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.